ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് കഥാപാത്രത്തിലെത്തുന്നൊരു സിനിമയാണ് പാതിരാത്രി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പേ ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ളത് അശോകൻ ചേട്ടനാണ്. അപ്പോൾ അശോകൻ ചേട്ടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സിനിമ നിങ്ങൾ കണ്ടോ? ഇല്ലെന്നാണോ? കാണണം. സിനിമ എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. നല്ല സിനിമയാണെന്ന് പറയുന്നു കണ്ടവർ. ഞങ്ങൾ കുറച്ച് തിയേറ്റർ വിസിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയ ന്യൂസാണ്. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടും നല്ല അഭിപ്രായം പറഞ്ഞത്. പിന്നെ നമ്മളൊരു ബഹളം എന്ന് പറയുന്നൊരു സിനിമയല്ല ഇത്. പക്ഷേ എന്നെങ്കിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു പാറ്റേൺ തന്നെ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എന്നാലും ഉള്ള ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം താടി പഠിച്ചിട്ട് ചെയ്യുന്നൊരു പോലീസുകാരനായിരിക്കും. കാരണം താടി പഠിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ പോലീസുകാരൻ താടി പഠിച്ച് ചെയ്യുന്ന ഒരു വേഷമാണ് പോലീസുകാരനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ നവ്യായിട്ട് അധികം ചിത്രങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്തത് പാണ്ടിപ്പടയാണ് ലാസ്റ്റ് ചെയ്തത്, അല്ലേ? ഞങ്ങൾ പാണ്ടിപ്പടയാണ് ലാസ്റ്റ് ചെയ്തത്. അതും നല്ലൊരു സിനിമയായിരുന്നു. ഗ്യാപ്പൊന്നുമല്ല, പടമില്ലാഞ്ഞിട്ട്. അതെ, മനഃപൂർവ്വം എടുക്കുന്ന ഗ്യാപ്പ് തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി ഒരു നല്ല ഇമേജ് ആൾക്കാരുടെ ഉള്ളിലുണ്ട് എന്നെ പറ്റിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ ലീഡായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരെ മോശം ഒരു സിനിമയിലാണ് നമ്മൾ അഭിനയിക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഗംഭീരമായി എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എന്തിനാണ് ഇവർ ഈ സിനിമ ചെയ്തതെന്ന് ചോദിക്കാത്ത തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് ഉള്ളത് എനിക്ക് ഇത്രയും നാൾ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ തിരിച്ചു തരേണ്ട ഒരു മര്യാദയാണ് എന്ന് വിചാരിക്കുന്നു. സിനിമകൾ ഇപ്പം എല്ലാവർക്കും കുറേ സിനിമകൾ നമുക്ക് അതത്ര വലിയ വിഷയമല്ല. സിനിമകൾ ചെയ്യുക എന്ന് അത് സിമ്പിളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഡെഫിനറ്റ്ലി എന്തായാലും വർഷത്തിൽ 2-3 സിനിമയൊക്കെ എൻ്റെ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും. വീട്ടിലെല്ലാവരും പറയാറുണ്ട് നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ എന്ന്. പക്ഷെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നൃത്തത്തിലാണ്. അപ്പോൾ അതിനിടയിൽ ഒരു കാലഘട്ടത്തിൽ സിനിമ എൻ്റെ പ്രൊഫഷനായിരുന്നു. അപ്പോൾ ഞാൻ നല്ലതും ചീത്തയും ചിലതൊന്നും കഥയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഡയറക്ടേഴ്സ് വിളിക്കും, അച്ഛനോട് സംസാരിക്കും, ഇന്നൊരു വേഷം ഉണ്ടെന്ന് പറയാം, അങ്ങനെയൊക്കെ അത്ര വലിയതായിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സക്സസ് എപ്പോഴും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക്. അപ്പോൾ ആൾക്കാരിപ്പോൾ ഞാനിപ്പോൾ തിയേറ്റർ വിസിറ്റ് പാതിരാത്രിക്ക് പോകുമ്പോഴും ഒരുപാട് ഫാമിലീസാണ് കൂടുതലും ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നോട് പറയുന്നത് നവ്യ ഞങ്ങൾ ഒരുത്തി കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മോളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം കുറേ നാൾ കൂടി മോളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മമാരെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോടുള്ള എൻ്റെ തിരിച്ചുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ഞാൻ എടുക്കുന്ന ഗ്യാപ്പ്. പക്ഷേ ഗംഭീരമായ സിനിമകൾ അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു കിട്ടിയാൽ ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് വരുന്നതിൽ നിന്നാണല്ലോ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനായിട്ട് സിനിമ എന്ന് പറയുന്നത് വന്നു ചേരേണ്ടതാണ്. ഇപ്പം അങ്ങനെയല്ല, കളക്റ്റീവായിട്ട് പലരും ആലോചിച്ച സ്ക്രിപ്റ്റൊക്കെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ സിനിമകൾ സംഭവിക്കാറുണ്ട്. അത് പലപ്പോഴും നായകന്മാരുടെ കേസിലാണ്. നായികമാർക്ക് ചോയ്സസ് ചിലപ്പോൾ അത്രയും കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പിനൊക്കെ ശേഷം വരുമ്പോൾ അത് വളരെ ചിലപ്പം വന്നു എന്ന് വരില്ല. എന്നാലും എനിക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്നത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം ഞാൻ സിനിമ ചെയ്തില്ലെന്ന് പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും മോശം ഒരു സിനിമ ചെയ്താൽ എനിക്കത് വലിയ കുഴപ്പമായിരിക്കും. താങ്ക് യു. അത് പാതിരാത്രി കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയല്ല, പാതിരാത്രിയിൽ പ്രോട്ടഗണിസ്റ്റാണ്. പക്ഷേ എല്ലാ സ്ത്രീ പറയാവേ ഇവിടെ ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം പറയാം. പക്ഷേ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും എല്ലാ ചെറിയ ക്യാരക്ടേഴ്സിനും
ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് പാതിരാത്രിയിൽ. അപ്പോൾ ഞാനൊരിക്കലും എൻ്റെ ക്യാരക്ടർ ലീഡ് ചെയ്ത് പോകുന്നൊരു സിനിമ ആവണമെന്ന് വിചാരിച്ചിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ എന്നോട് വന്ന് പറയുന്നതൊക്കെ പലപ്പോഴും അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത് എല്ലാവരും. എന്താ പറയുക, സർവൈവൽ സ്റ്റോറീസ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തത് ഒരു പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ടെൻഷനാണ്, പക്ഷെ എന്നാലും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയത്. അതെ, ഞാൻ മാറുന്നല്ലാതെ എൻ്റെ അടുത്ത് കുറേ കഥകൾ ഇപ്പം പലരും ഇപ്പം സിനിമ ഒന്നും ഇല്ലേ എന്ന് നോക്കിയപ്പോൾ ഞാൻ പറയുന്നത് ലീവാണ്, അതുകൊണ്ടാണ് സിനിമ ഇല്ലാത്തതെന്ന് പറയും. അപ്പോൾ ഒറ്റ മറുപടി തീരുമത്. പലർക്കും സിനിമകൾ കുറേ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഹ്യൂമർ സിനിമകൾ കുറേ കേട്ടു, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. സത്യം അതാണ്. പിന്നെ ചിലത് ഇഷ്ടമായി, പക്ഷെ അതിൻ്റെ പിന്നിൽ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവരെയൊക്കെ അതിൻ്റെ എനിക്കൊരു ഋതമുണ്ട്. ആ ഋതത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി മരണം വരെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാം. ചെയ്യാൻ പറ്റും. ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പഞ്ചാബി ഹൗസിൽ സെക്കൻഡ് പാർട്ടില്ലേന്നും CID മൂസർ സെക്കൻഡ് പാർട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ തന്നെ വേണം. അല്ലെ പുതിയൊരു ആൾക്കാർ വന്നാൽ, അല്ലെങ്കിൽ പുതിയൊരാൾ ഡയറക്റ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഋതത്തിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ സിനിമ വേണ്ടാന്ന് നോക്കണം. അപ്പോൾ വേണ്ടാന്ന് നോക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ജീവിതം മാർഗ്ഗം അത് തന്നെയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള കുറേ സിനിമകൾ വന്നപ്പോൾ ഒന്ന് അതിൻ്റെ അകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും ഒരു കഴമ്പില്ല. ഇപ്പോൾ ഏത് സിനിമയാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കഥയുണ്ട്. ഏത് സിനിമ നമ്മൾ അഭിനയിച്ചെടുത്താലും അങ്ങനെയുള്ളൊരു കഥയുള്ള അതുകൊണ്ടാണ്. ഇപ്പോൾ രമണനെ സംബന്ധിച്ച് എക്സാമ്പിൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൊരു ക്യാരക്ടറായിട്ട് പറയുന്നതാണ്. രമണൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും, ജീവിതത്തിൽ കള്ളം പറയാത്ത ഒരു ക്യാരക്ടറാണ് രമണൻ. ചിലപ്പോൾ രമണനെ വെച്ചിട്ട് സിനിമ വന്നേക്കാം, പറയാൻ പറ്റില്ല. കാരണം അനീഫിക്ക് അതിൻ്റെ നെടുന്തൂണാണ്, അനീഫിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് അതിങ്ങനെ പങ്ങി നിൽക്കണത്. കാരണം അതിൻ്റെ പല സിറ്റുവേഷനിലും പറയുന്നുണ്ട്, രമണൻ പറയുന്നുണ്ട്. മുതലാളി ഒരിക്കൽ പറഞ്ഞതാണ്, മുതലാളി മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും സത്യസന്ധനാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അനീഫിക്കൊന്നും ഇല്ലെങ്കിൽ സിനിമ ചെയ്യില്ല ഇയാൾ എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അതുപോലെ കിടപിടിക്കുന്ന, അല്ല അതിനേക്കാൾ മോശമാകാത്ത രീതിയിലുള്ള ഒരു കഥ കേട്ടിട്ടില്ല ഞാനിതുവരെ. ഒരു മാതിരി നല്ല കഥകൾ, തമാശ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. പിന്നെ വന്നതെല്ലാം സീരിയസ് ആയിരുന്നു. അപ്പോൾ സീരിയസ് ചെയ്യണം, നമ്മൾ എല്ലാം ചെയ്യണമല്ലോ. തമാശക്കാരനായിട്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടറുകളിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടായത്. അപ്പോഴും എനിക്കൊരു പേടിയുണ്ട്, ഞാനും ചെയ്താൽ നിൽക്കുമോ. ഇപ്പോൾ കടകൻ എന്ന് പറയുന്ന സിനിമ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും, ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ജസ്റ്റിൻ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞാൽ അവരൊരു ധൈര്യത്തിലാണ് ചെയ്തത്. പക്ഷേ ആ പടം ശരിക്കും ജനങ്ങളിലേക്ക് എത്തിയില്ല. അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പറയുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന്. പക്ഷേ അതിനുശേഷം കുറേ സീരിയസ് വേഷങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ 2 പടം ചെയ്ത്, മാർത്താണ്ഡൻ്റെ ഒട്ടംതുള്ളലും പിന്നെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ നാദൃഷയുടെ പടം, 2 ഹ്യൂമറാണ്. അത് ഞാൻ പഴയ അശോകനായിട്ടാണ് അഭിനയിച്ചത്. മാർത്താണ്ഡൻ്റെ പടത്തിൽ ഞാൻ ആദ്യം അഭിനയിച്ചത് ഇപ്പോൾ ഈ സ്റ്റൈലിൽ, ഇപ്പോഴത്തെ എൻ്റെ പഴയ സ്റ്റൈലിൽ. അപ്പോൾ മാർത്താണ്ഡൻ പറഞ്ഞത് എനിക്ക് പഴയ അശോകൻ ചേട്ടനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അഭിനയിച്ചു. അത് കേട്ടിട്ടാണ്, അറിഞ്ഞിട്ടാണ് നാദൃഷ നമ്മുടെ പടത്തിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടിരിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും, അങ്ങനെ വന്നാൽ ചിലപ്പോൾ അതുപോലെ സിനിമകളുണ്ടാവാം. പിന്നെ കിട്ടുന്ന വേഷങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യും. ഇപ്പോൾ നല്ല സിനിമകൾ മാത്രം നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള വശങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാരണം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമ പിടിക്കണേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലെങ്കിൽ നല്ലപോലെ അത് ഓടിക്കണം, ബിസിനസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 2-3 കോമഡി പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 4 സീരിയസ് വേഷങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു വേഷം കേട്ടപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. പടത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, നന്നായി പോകുന്നുണ്ടെന്നാണ് അറിവ്. തമാശകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ മുമ്പ് കാലത്ത് അഭിനയിച്ച സിനിമകളുടെ തമാശകളും ഇപ്പോൾ പുതിയ കാലത്തിലെ തമാശകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമയിൽ 2.5 മണിക്കൂർ സിനിമയ്ക്ക് നൽകാൻ പോലും കഴിയുന്നതിനേക്കാളും വലിയ ചില ചിരികളൊക്കെ ഒരു വാട്സപ്പിലെ ഒരു ചെറിയ സ്റ്റിക്കറിനോ അല്ലെങ്കിൽ ഒരു ട്രോളിനോ കിട്ടും.
പുതിയ കാലത്തെ തമാശകൾ മൊത്തമായിട്ട് മുമ്പ് നമ്മൾ ഒരുപാട് എണ്ണ പടമൊക്കെ കണ്ട് ഒരുപാട് ആസ്വദിച്ച് ചിരിച്ച ആളുകൾ എന്ന് കഴിയുമ്പോൾ പുതിയ കാലത്തെ തമാശയ്ക്ക് എത്രത്തോളം വലിയ മാറ്റങ്ങൾ അങ്ങനത്തെ വേഷങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ നമ്മുടെ അളവുകൾ മൊത്തമായിട്ട് മാറിയിട്ടുണ്ടാകും ഈ ക്യാരക്ടറിനെ സ്വീകരിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇപ്പോൾ രോമാഞ്ചം എന്ന് പറയുന്ന പടത്തിൻ്റെ സ്റ്റൈല് ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം നമ്മൾ അന്ന് ചെയ്ത ഞാനൊക്കെ അന്ന് ചെയ്ത് പറക്കും തെളിയോ അങ്ങനെയുള്ള ഒരു സ്റ്റൈലല്ല അത് അതിൻ്റെ രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട് അവർ. അതിൽ കൂടുതലും റിയാക്ഷൻസ് വെച്ചിട്ടാണ് കോമഡി ചെയ്തേക്കണം. ആക്ടിങ് പർപ്പസിൽ വെച്ചിട്ട് ഒരു പ്രിയൻ സാറിനെ പോലെ സ്റ്റാപ്റ്റിക് കോമഡി ഒന്നുമില്ലാത്തൊരു സിനിമയാണത്. പക്ഷെ നമ്മൾക്കത് അത്ഭുതം തോന്നിയൊരു സിനിമയാണ്. അത്രയും ഒരു സ്ട്രോങ്, അത്രയും പിള്ളേരെ വെച്ചിട്ട്, പുതിയ പിള്ളേരെ വെച്ചിട്ട് അത്രയും റിയാക്ഷൻസ് എടുത്ത് വർക്കൗട്ടാക്കിയ ഒരു സിനിമയാണ്. അത് അത്ഭുതം തോന്നിപ്പോയി എനിക്ക്. പക്ഷെ അതുപോലുള്ള സിനിമകൾ നന്നായി ചെയ്യാനുള്ള കഴിവുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്, സ്ക്രിപ്റ്റും ഉണ്ട്. പക്ഷെ അതൊക്കെ വരുന്നില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക്. പക്ഷെ നമ്മൾ ചെയ്ത കാലഘട്ടത്തിലുള്ള ആ സ്പീഡല്ല ഇപ്പോഴത്തെ കോമഡി സിനിമകൾക്ക്. പക്ഷെ അത് കിട്ടിയാൽ അതും നമ്മൾ ചെയ്യും. പക്ഷെ അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് വരുന്നില്ല. നല്ലൊരു സബ്ജക്റ്റ് ഇപ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴിൻ്റെ കഥ നമ്മൊന്ന് ആലോചിച്ച് എന്താണ് എൻ്റെ കഥ, എൻ്റെ കഥ ഒന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കഥ പറയുമില്ലേ? അതായത് ഇങ്ങനെ ഒരു നാഗവല്ലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താ കഥയുള്ളത്? അത് എടുത്ത് പൊലിപ്പിച്ചേക്കുന്ന സിനിമയാണ്. അതുപോലെ തന്നെയാണ് രോമാഞ്ചം. അപ്പോൾ നമുക്ക് കഥ പറയുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കും ഇത് രസമാണ്, നന്നായിട്ട് വർക്കൗട്ട് ആകുമെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോഴും ചെയ്യും. അത് പഴയ സ്റ്റൈലാണെങ്കിലും പുതിയ സ്റ്റൈലാണെങ്കിലും ചെയ്യും. രണ്ടിനും 2 മീറ്റർ ഉണ്ട്. അതാണ്. സന്തോഷമാണ്. പുഴുവിലെ ചെറിയ ഭാഗമായിരുന്നു ഞാൻ. രണ്ടാമതും രതീന ചേച്ചി വിളിക്കുന്ന ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്തേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് സന്തോഷമായിരുന്നു. പിന്നെ രതീന ചേച്ചി ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പിന്നെ ആരൊക്കെ ഉണ്ട് സിനിമയിലുള്ളത് എന്നൊക്കെ എനിക്കറിയാം. സോ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. ഈ ക്യാരക്ടറും അത്യാവശ്യം ഇൻറ്റൻസ് ആയ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. സോ അതും സന്തോഷം. പോലീസ് വേഷം ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. തമിഴിന് മുമ്പ് ചെറിയ വേഷത്തിൽ പോലീസ് വേഷം തന്നെ. പോലീസ് വേഷത്തിന് വേണ്ടി പോലീസ് വേഷത്തിനുള്ള ഒരു മുന്നൊരുക്കം അങ്ങനെ ഉണ്ടോ? ഒരു കഥാപാത്രമാവുന്നതിന് നിങ്ങൾ ഇതുവരെ ചെയ്ത് ഇടവേളയ്ക്ക് ശേഷം വന്ന 2 സിനിമകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വേഷം അതുവേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങൾ ഉണ്ട്. എനിക്ക് പോലീസ് ക്യാരക്ടർ അങ്ങനെ വനിതാ പോലീസുകാരെ നേരിട്ട് അങ്ങനെ പരിചയമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഞൊടിയിടയിൽ അത് കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാനറിസംസ് ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാവാം. ഞാനിങ്ങനെ ഒരു ഡാൻസറും നർത്തകിയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലൊക്കെ അതിൻ്റെ ഒരു വർത്തമാനത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് കൈകൾ യൂസ് ചെയ്ത് വർത്താനം പറയുന്ന ഒരാളാണ് സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് എന്തെങ്കിലും പറയുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഫോൺ എടുത്തു, അയാൾ ഫോൺ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഫോൺ ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രകൾ ചെയ്തുള്ളൊരു ഇതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ. എനിക്ക് വെള്ളം കുടിച്ചപ്പോൾ അപ്പോൾ എല്ലാത്തിനും കയ്യാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരുപാട് പ്രശ്നം വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ടൗൺ SI ഷാഹിന മാം എറണാകുളത്ത് അങ്ങനെ ഒരു ലേഡി SI ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ റത്തീനേൻ്റെ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസർ നാസിറക്ക, അപ്പോൾ നാസിറക്കനെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ നിന്ന് അവർ കമ്മീഷണർ ഓഫീസിൽ വിളിച്ച് പെർമിഷൻ എടുത്തു. അങ്ങനെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ഷാഹിന മാമിൻ്റെ കൂടെ രാവിലെ ഓഫീസിൽ പോയിരിക്കും, പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കും, മാസ്കും തൊപ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവരുടെ കൂടെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വരുന്നത്. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ അവരൊപ്പം ഹോസ്പിറ്റലിൽ പോവും. ഐ മീൻ മെഡിക്കൽ കോളേജിൽ പോകും. ഒരു പ്രാവശ്യം ജയിലിൽ പോയി, കാക്കനാട് ജയിലിൽ. പിന്നെ ഞങ്ങൾ പെട്രോളിങ്ങിന് രാത്രി ഒരു 10:30-11 മണിയാകുമ്പോൾ പെട്രോളിങ് സ്റ്റാർട്ട് ചെയ്യും അവർ. അപ്പോൾ അങ്ങനെ അതിന് പോവും. മറൈൻ ഡ്രൈവിൽ നിന്നൊക്കെ ആൾക്കാരെ ഒഴിവാക്കുന്നത്, 11 മണിക്ക് ശേഷം അവിടെ അങ്ങനെ ഇരിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നത്, അപ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ, അവരോട് പോലീസിനോടുള്ള റിയാക്ഷൻ, ആ പോലീസ് എത്ര ബോൾഡായിട്ടാണ് അപ്പോൾ അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്.
പലപ്പോഴും സ്ത്രീകളൊക്കെ തന്നെ ഭയങ്കര സ്പീഡിൽ പോലീസിൻ്റെ മുമ്പിൽ നിർത്താതെ വണ്ടി ഓടിച്ച് പോകുന്ന കഴിഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഞാനൊന്നും കണ്ടിട്ടില്ല. 15 വയസ്സായപ്പോൾ സിനിമയിൽ വന്നു, പിന്നെ അങ്ങനെ ഒരു വേറൊരു ലൈഫ് തന്നെയല്ലേ. അപ്പോൾ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ GP പോയിട്ട് പുറത്തിറങ്ങി നിൽക്കും, ഈ പെറ്റി അടിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാരെ കൂടെ ഞാൻ നിൽക്കും. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, അടിച്ചിട്ട് വന്നാണോ? ഞാൻ പറഞ്ഞല്ല. അപ്പോൾ പെറ്റി അടിച്ചു, ലൈസൻസ് ഇല്ലേ? ഞാൻ പറഞ്ഞു ആ ലൈസൻസ് ഇല്ല. വണ്ടി എവിടെ? ഞാൻ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നാൽ അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ മാസ്കും തൊപ്പിയും എല്ലാം ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ എന്നെ പെറ്റി അടിച്ച് അവിടെ റോഡിൽ നിർത്തുക എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ അവരെ കൂടെ നടന്നു. പിന്നെ മാമാണ് എന്നെ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. സിനിമയിൽ സല്യൂട്ടൊക്കെ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ കഴിഞ്ഞു പോകും, നമ്മൾ ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കില്ല. രാവിലെ സല്യൂട്ട് ചെയ്യുന്നത് ഫുൾ സല്യൂട്ടായിരിക്കും. പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പുരുഷന്മാർ സല്യൂട്ട് ചെയ്യുന്ന പോലെ അല്ല, സ്ത്രീകളുടെ സല്യൂട്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മാറാട്ടിൻ്റെ അടുത്തു നിന്നാണ് ആദ്യം സല്യൂട്ട് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അതുപോലെ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഷാഹിന മാമിൻ്റെ അടുത്ത് പോയി, പോലീസുകാരനാണല്ലോ, അപ്പോൾ ഷാജി മാറാട്, അദ്ദേഹം പോലീസുകാരനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷാഹിന മാമിൻ്റെ അടുത്ത് പോയി. എനിക്ക് തോന്നുന്നൊരു കുറേ ദിവസം എന്നെ കൊണ്ട് അത് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞാൻ ഡാൻസിൻ്റെ ഒരു അടവ് പോലെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സിനിമയിൽ ചിലപ്പോൾ കാണുമ്പോൾ അത് ഒരു സെക്കൻഡുള്ളൂ, പക്ഷെ അത് വൃത്തികേടായാൽ നിങ്ങൾക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. നല്ലതായാൽ ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് തയ്യാറെടുപ്പ് ഞാൻ നടത്തി. എല്ലാവരുടെയും ഈ റിവ്യൂസും ഭയങ്കര അതെ 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 ഗുണം ചെയ്തു എന്നാണ് കാണുന്ന പ്രേക്ഷകരുടെ അടുത്തുനിന്ന്. ഞാനായിട്ടത് നന്നായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാണുന്ന പ്രേക്ഷകർ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അതാണ്, പോലീസായിട്ട് ഭയങ്കര രസമുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്ത് ആർടെക് മോളിലൊക്കെ പോയപ്പോൾ ഇനി IG ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചേച്ചിനോട് ഉടുപ്പ് തയ്പ്പിച്ച് വെക്കേണ്ടി വരും, ഇന്ന് സ്ഥിരം പോലീസായി പോകുമോ ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറേ പേര് അങ്ങനെയൊക്കെ പോലീസ് വേഷത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ട് എല്ലാ ആൾക്കാരും, എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓഡിയൻസുമായിട്ട് എല്ലാവരുമായിട്ടും സംവദിക്കാനുള്ളൊരു മീഡിയ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന എല്ലാ മെസ്സേജിലും പെർഫോമൻസിൻ്റെ ഇതിനെ പറ്റിയിട്ട്, പിന്നെ നമ്മളൊരു റിയൽ ആയിട്ടുള്ളൊരു പോലീസുകാരെ കണ്ടത് കൊണ്ടും, പിന്നെ ഈ സിനിമ ഇതൊരു ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് മുൾമുനയിൽ നിർത്തുന്ന സീറ്റ് എഡ്ജ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയല്ല. ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ത്രില്ലറാണ്. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളുടെ ഇമോഷൻസും, ഈ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ പറന്നടിക്കുന്ന പരിപാടി ഒന്നുമില്ല. ആകെ ഒരു അടിയാണ് അതിൽ കൊടുക്കുന്നത്. ഒരു പ്രൊബേഷൻ എസ്ഐ ആണ്, അവർ കുറച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പല സിറ്റുവേഷനിലും നിസ്സഹായമായ ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ SI ആവാൻ അവരെത്തുന്നതിന് മുൻപ് അവർക്ക് ഒരു റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിൽ അവരുടെ പോസ്ചർ നമ്മൾ ഇരിക്കണ പോലെ ആവില്ല. ഒരു പോലീസ് ഇരിക്കുന്നത് എപ്പോഴും ഞാൻ എപ്പോഴും ഷാഹിന മാമിനെ കാണുമ്പോൾ വെച്ചിട്ടുണ്ട്, അവർ ഫുൾ ടൈം ഇങ്ങനെ സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ക്ഷീണാവും അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആ പോലീസ് വേഷം ഇടുമ്പോൾ തന്നെ അവരുടെ ഒരു മൊത്തം ആറ്റിറ്റ്യൂഡിലൊരു വ്യത്യാസം ഉണ്ടാവും, അവരുടെ കൈ കൊണ്ടുള്ള ജസ്റ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇപ്പം പഴയ സിനിമ പാണ്ടിപ്പാറ ഉൾപ്പെടെയുള്ള സിനിമകൾക്കൊക്കെ ക്യാമറ ചെയ്ത പോലെയല്ല ഇപ്പോഴത്തെ സിനിമകൾ ക്യാമറ ചെയ്യുന്നത്. വലിയ ഡയലോഗുകളില്ല. പിന്നെ ഒരു പാട്ട് സീൻ എടുക്കുമ്പോൾ നായകനും പിറകിൽ സ്റ്റുഡിയോ ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് ഡാൻസ് കളിക്കുന്ന സീനുകളില്ല. എല്ലാം കുറെ കൂടെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് സെറ്റിൽ പോകുമ്പോൾ അവിടുത്തെ രീതികളോടൊക്കെ എങ്ങനെയാണ് ഒരു സമീപനം, അതിൽ എന്ത് മാറ്റമാണ് തോന്നുന്നത് പറയാം. ആരോടാ ചോദിച്ചേ? ചേട്ടനാണോ ആദ്യം പറയാം? ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ആൻസറേ ഉള്ളൂ എനിക്ക് പറയാൻ. അതായത് സിനിമ കണ്ട് സിനിമയോടൊത്ത് നമ്മൾ വളരുകയാണല്ലോ. അപ്പോൾ ഞാൻ ജനിച്ച സമയത്ത് തൊട്ട് നമ്മൾ കാണുന്ന ലാലേട്ടനും മമ്മൂക്കയും ഇന്നും ട്രെൻഡുകൾക്കൊപ്പം വളരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ എല്ലാ ട്രെൻഡുകൾക്കൊപ്പവും എല്ലാ മനുഷ്യർക്കും അഭിനയം താല്പര്യം ഉള്ള നിങ്ങളൊക്കെ അംഗീകരിച്ച ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു അനായാസമായിട്ട് നടക്കുന്ന ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും എനിക്ക് തോന്നുന്നു. അതിനു വേണ്ടി ഒരു വ്യത്യാസം ഉണ്ടാവും തോന്നില്ല. പക്ഷേ അശോകൻ ചേട്ടൻ പറയട്ടെ കേട്ടോ, കുറച്ചുകൂടെ സീനിയോറിറ്റി അശോകന്. ഇല്ല, നമ്മൾ മിനിമം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, വീട്ടിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ
മിനിമം ഫുൾ ടൈം വീട്ടിലാണെന്നുണ്ടെങ്കിൽ 3 സിനിമ എന്തായാലും ഞാൻ കാണും. തിയേറ്ററിൽ കൂടാതെ ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ മിക്കതും കാണും. അപ്പോൾ എൻ്റെ അപ്ഡേഷനാണത്. നമ്മളത് എന്താണ് ഇപ്പോൾ സിനിമ. ഇപ്പോൾ ജോഷി സാറ് ഇപ്പോഴും യങ്സ്റ്റേഴ്സ് സിനിമ എടുക്കുന്ന പോലെയാണ് പുള്ളി എടുക്കുന്നത്. അദ്ദേഹം ഒരു സിനിമയും വിടാറില്ല, എല്ലാ സിനിമകളും കാണും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളത് കാണാതിരുന്നാൽ എന്താണ് ഇപ്പോഴത്തെ സിനിമ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അപ്ഡേഷൻ. അത് വിടാതിരുന്നാൽ മതി. ഇത് അതുല്യ, നമ്മുടെ സിനിമയിൽ ഒരു സിസ്റ്റർ ക്ലാരിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ആർട്ടിസ്റ്റാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, ക്യാരക്ടർ റോളുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതുല്യോടും എന്തെങ്കിലും, അതുല്യ എന്താണ് എന്താ പറയാനുള്ളത്? അതുല്യ പറയട്ടെ. നമസ്കാരം, ഞാനിവിടെ കോഴിക്കോട്ടുകാരിയാണ്. ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിൽ സിസ്റ്റർ ക്യാരക്ടർ എന്ന് പറയുമ്പം എനിക്ക് ഇതുവരെ കുറച്ച് ചെയ്തിട്ടുള്ളതൊക്കെ കുറച്ച് ലൗഡായിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇവർ കോളേജ് ഫ്രണ്ട്സാണ്, ജാൻസിയും ക്ലാരിസും. അപ്പം നമ്മൾ പറയുന്ന ഡയലോഗിൽ തന്നെ പഴയ കാലം എന്ത് അടിപൊളിയായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര രസമായിട്ട് പോയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വിട്ടിട്ട് നമ്മളൊക്കെ കാണുന്ന ആൾക്കാരെ പോലെ തന്നെ ഒരു ലൈഫ് ആഗ്രഹിച്ചിട്ട് പക്ഷെ അതല്ലാത്ത വേറൊരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പോർട്രേ ചെയ്യാനുള്ള ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. അത് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെയും കൂടെ എൻ്റെ അച്ഛനമ്മയും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അല്ലാത്തവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചേച്ചിമാരുടെ, കുടുംബശ്രീ ചേച്ചിമാരുടെ ആ ഷോയ്ക്ക് പോയിട്ട് നവ്യനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ടിട്ട് നമ്മൾ മറ്റേ അയ്യോ. എൻ്റെ മോള് ഖത്തറില, അവള് കണ്ടിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞപ്പോൾ ഇവിടെ കുറിച്ചും പറഞ്ഞു. നന്നായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, മോള് എന്നെ ഖത്തറിൽ നിന്ന് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇയാൾ നന്നായി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓരോരുത്തർ നവ്യയെക്കുറിച്ച് വളരെ നന്നായിട്ട് പറഞ്ഞു. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ച് ഉള്ള എടുത്ത് പറഞ്ഞു. കാരണം ഇത് നമ്മൾ പറയുമ്പോഴാണ് കുഴപ്പം, നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അവർ അല്ല, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല അല്ലേ? കാണണം. അല്ലല്ല, അതൊന്നുമല്ല, ഒരു 2 മണിക്കൂർ കളഞ്ഞതാണ്. അതല്ല, അല്ല, ഞങ്ങളിതുള്ള കാര്യം തുറന്നു പറയും, നിങ്ങൾ ചോദിക്കും, അതങ്ങനെ തന്നെയാണ്. അല്ല, കാണുക, പാതിരാത്രി എല്ലാവരും പോയിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും വഴി രേഖപ്പെടുത്തുക എല്ലാവരോടും എന്നാ പറയാനുള്ള. നല്ല സിനിമയായിരിക്കും എന്തായാലും. ഒരുപാട് നല്ല റിവ്യൂസാണ് കേൾക്കുന്നത് എല്ലാ ഭാഗത്തുനിന്നും. സോ അതിൻ്റെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ. എല്ലാവരും ഇന്ന് തന്നെ പറ്റുമെങ്കിൽ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് പോയി കാണുക സിനിമ. താങ്ക് യു. ഈ സമയത്ത് റത്തീനയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ സംവിധായക. ഷീസ് അൺവെൽ. ഇങ്ങനെ പ്രൊമോഷൻസിനൊക്കെ നടന്നിട്ട് എന്താ പറയുക, വൈറൽ ഫീവറൊക്കെ ആയിട്ട്, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങളുടെ കൂടെ പ്രൊമോഷൻ ട്രിവാൻഡ്രത്ത് വരാനിരുന്നതാണ്. പിന്നെ ഈ സിനിമയിൽ ഓഫ് കോഴ്സ് ഞങ്ങളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലാത്ത ആളാണ് സൗബിൻ. ഈസ് എ വെരി പ്രൂവൺ ആക്ടർ. അപ്പം ഈ സിനിമയിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹരീഷ്ണ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട് സൗബിൻ. ഇതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചു. ആൻഡ് സൗബിനെയും ഈ സമയം ആബ്സെൻസ് ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി അദ്ദേഹത്തിനെ ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. സൗബിൻ പറഞ്ഞിരുന്നു എല്ലാവരോടും അന്വേഷണം പറയണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അക്ബർ ട്രാവൽസിൻ്റെ പേരിലല്ല, ബെൻസി പ്രൊഡക്ഷൻസ് നാസറൊക്കെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരുത്തിക്ക് ശേഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സിനിമയാണ്. അദ്ദേഹത്തിനോട് എനിക്ക് ഒരുത്തി മുതൽ എപ്പോഴും തീർത്താൽ തീരാത്തൊരു നന്ദിയുണ്ട്. കാരണം മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വർഷങ്ങൾക്ക് ശേഷമൊക്കെ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുത്തി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം കാണിച്ചൊരു ധൈര്യം കൊണ്ടാണ് എനിക്കൊരു തിരിച്ചുവരവുണ്ടായത്.
അപ്പോൾ അത് വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ആ ഒരു വിശ്വാസമോ സ്നേഹമോ എന്തൊക്കെയോ കൊണ്ടപ്പം ഓൾവേസ് ഐ ആം ഇൻഡെപ്റ്റഡ് ടു ഹിം. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹിം. അപ്പോൾ അദ്ദേഹത്തിനോടുള്ളൊരു നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഐ തിങ്ക് എനിക്ക് എന്തെങ്കിലും ചോദ്യം ഇനിയുണ്ടോ? സിനിമ കാണാത്തതുകൊണ്ടൊന്നും ചോദിക്കേണ്ടാവില്ല. പിന്നെ എൻ്റെ മ്യൂസിക് അറിയാലോ, ജാക്സാണ്. ഇപ്പം ജാക്സിൻ്റെ സിനിമ ഒന്നും പറഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോന്നിനും. വളരെ രസകരമായിട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ സിനിമ അതിന് മ്യൂസിക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അളന്നു കൊടുക്കുന്ന ഏത് സിനിമയും അത് അളന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, മ്യൂസിക് ഡയറക്ടറാണ് ജാക്സ്. അത് ഇതിൻ്റെ വളരെ അത്യാവശ്യം വന്നു വെച്ചാൽ ഈ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് മ്യൂസിക്. ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ഷൈനാദിഖിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരുപാട് സിനിമകളിൽ പ്രൂവ് ചെയ്തതാണ്. ഞാനൊന്നും ആരുമല്ല പറയാൻ വേണ്ടിയിട്ട്. അല്ല, അദ്ദേഹത്തെയും ഈ സമയത്ത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. താങ്ക് യു. പിന്നെ സിനിമയുടെ ഒരു കൺട്രോളർ എന്ന് പറയുന്ന ആൾ നമ്മൾ പലപ്പോഴും പറയാറില്ല. കാരണം ഒരു സിനിമ നാളെ ഒരു ആന വേണം ഷൂട്ടിന് എന്ന് പറഞ്ഞാൽ നാളെ ആനയെ എത്തിക്കണം. ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരു ക്യാരക്ടർ ഒരു സിനിമയിലുണ്ടാവില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൺട്രോളർ എന്ന് പറഞ്ഞ ആൾ. ശരിക്ക് ഈ കുമിളി ആ ഭാഗത്താണ് നമ്മൾ സിനിമ ചെയ്തത്. ഞാൻ തന്നെ ഒരു 6-7-8 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ദൂരമുണ്ട്. വഴി കംപ്ലീറ്റ് ഇങ്ങനെ വളഞ്ഞ് പോകുന്നൊരു വഴിയാണ്. അവിടെ ഒരു സാധനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒരു പടത്തിൻ്റെ കൺട്രോളർ എന്ന് പറയുന്ന ആൾ എന്താവശ്യപ്പെട്ടാലും കൊണ്ടുവന്ന് കൊടുക്കണം അവിടെ, സിനിമയ്ക്ക് വേണ്ട ആവശ്യങ്ങൾ. അത് നമ്മൾ പ്രശാന്ത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനൊപ്പം.